ഭൂട്ടാൻ വാഹനക്കടത്തിൽ കേരളത്തിലേക്ക് എത്തിച്ച 150ഓളം വാഹനങ്ങൾ കണ്ടെത്താനായില്ല. 43 വാഹനങ്ങൾ മാത്രമാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഇതുവരെ കണ്ടെത്തിയത്. വാഹനങ്ങൾ ഒളിപ്പിക്കുകയോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് സൂചന. പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന ED പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ നൽകൂ. ജിജീഷ്, പറയൂ വിശദാംശങ്ങൾ. ഭൂട്ടാൻ വാഹനക്കടത്തിൽ കേരളത്തിലേക്ക് എത്തിച്ച 150ഓളം വാഹനങ്ങൾ കണ്ടെത്താനായിട്ടില്ല. 43 വാഹനങ്ങൾ മാത്രമാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഇതുവരെ കണ്ടെത്തിയത്. വാഹനങ്ങൾ ഒളിപ്പിക്കുകയോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് സൂചന. പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന ED പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ ജിജീഷ് നൽകും. ജിജീഷ്, പറയും. ഗൗതം, ഈ വാഹനങ്ങൾ വിട്ടു നൽകുന്ന നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. വാഹനക്കടത്തിൽ ഏതാണ്ട് 150ഓളം വാഹനങ്ങൾ ഇപ്പോഴും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 43 വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടിച്ചെടുത്തിട്ടുള്ളത്. വിശദമായ ഒരു അന്വേഷണം നടക്കുകയും ഈ രേഖകളുടെ പരിശോധന പൂർത്തിയാവുകയും എല്ലാം തന്നെ ചെയ്യുന്ന ഘട്ടത്തിലും മറ്റു വാഹനങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല. പല വാഹനങ്ങളും ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ പലതും മറ്റു ചില കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയോ ഒളിപ്പിച്ചു വെക്കുകയോ ചെയ്തിരിക്കാമെന്ന ഒരു സംശയമാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ വാഹനങ്ങൾ 200 വാഹനങ്ങൾ കേരളത്തിൽ എത്തിയെന്നും രാജ്യത്താകെ 1000ഓളം വാഹനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു വാഹനങ്ങൾ എവിടെയാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമാണ്. കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ രേഖകൾ പരിശോധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കൂടി കസ്റ്റംസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ ദുൽഖർ സൽമാൻ കോടതിയെ സമീപിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആ വാഹനങ്ങൾ വിട്ടു നൽകാൻ, നിബന്ധനകൾക്ക് വിധേയമായി വിട്ടു നൽകാൻ കസ്റ്റംസ് കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു. ആ വാഹനങ്ങൾ വിട്ടു നൽകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദാംശങ്ങളാണ് ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്.